ഹായ് ഓൾ, എല്ലാവർക്കും റൈറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അഥവാ CDMഉം തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വേൾഡ് വാർ എന്തൊക്കെയാണ് ഇന്ത്യയിൽ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നുള്ളതാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നോൺ കോപ്പറേഷനും CDM എന്ന് പറയുന്നത്. നോൺ കോപ്പറേഷൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനം, ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് എല്ലാ അർത്ഥത്തിലും നിസ്സഹരിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനമായിരുന്നു, അല്ലെങ്കിൽ മൂവ്മെൻ്റ് ആയിരുന്നു നോൺ കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ട്. കേവലം അർബൻ സെൻറ്റേഴ്സിൽ മാത്രമല്ല നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും പ്ലാന്റേഷൻ വർക്കേഴ്സിൻ്റെ ഇടയ്ക്കും എല്ലാം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത് പേര് പറയുന്നത് പോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. അതൊരു മാസ് മൂവ്മെൻ്റ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നോൺ കോപ്പറേഷൻ പോലെ മാസ് മൂവ്മെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് ബ്രിട്ടീഷുകാരുടെ ഏതാനും ചില നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ് CDM എന്ന് പറയുന്നത്. നമ്മളെ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് CDM സ്റ്റാർട്ട് ചെയ്യുന്നത്. ദണ്ഡി കടപ്പുറത്തിലേക്ക് മാർച്ച് നടത്തി അവിടെ വെച്ചിട്ട് ഉപ്പ് നികുതി, ഉപ്പിന് ചുങ്കം ചുമത്തിയതിനെതിരായിട്ട് ബ്രേക്ക് ചെയ്തു, നിയമം ബ്രേക്ക് ചെയ്തിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കേവലം അർബൻ സെൻറ്റേഴ്സിൽ മാത്രമാണ് ഒതുങ്ങിയിരുന്നത്. നോൺ കോപ്പറേഷൻ പോലെ ഇത് കൺട്രി സൈഡിലോട്ട് അത്ര സ്പ്രെഡായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകൾ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ CDM രണ്ടാമത്തെ തവണ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ പങ്കെടുക്കാൻ വിമുഖത കാണിച്ചായിരുന്നു. പേസൻസ്, ബിസിനസ് ക്ലാസ്, മുസ്ലിംസ്, ദളിത്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു നിസ്സഹകരണം കൂടി CDMൽ ഉണ്ടായിട്ടുണ്ട്. നോൺ കോപ്പറേഷൻ പക്ഷേ വളരെ സക്സസ്ഫുൾ ആയപ്പോൾ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അത് ചൗരി ചൗര ഇൻസിഡൻറ്റിനെ തുടർന്നിട്ട് ഗാന്ധിജി പെട്ടെന്ന് തന്നെ കോൾ ഓഫ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സക്സസ് റേറ്റ് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. CDM ആണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയതായിരുന്നു. പക്ഷേ ഇർവിനുമായിട്ടുള്ള ഒരു കോൺഫറൻസിൻ്റെ പേരിൽ മഹാത്മാഗാന്ധി അതും കോൾ ഓഫ് ചെയ്തിട്ടാണ് ലണ്ടനിൽ പോയത്. അതിനെ തുടർന്നിട്ടാണ് CDM നിന്ന് പോയത്. പക്ഷേ ഈ രണ്ട് മൂവ്മെൻറ്റുമാണ് ഇന്ത്യയിൽ ഒരു മാസ് മൂവ്മെൻറ്റ് സക്സസ്ഫുൾ ആകും എന്ന് തെളിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഈ രണ്ട് മൂവ്മെൻറ്റുകളും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്.